31 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. 71 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. ഈ രണ്ട് വാക്യത്തിലും ദൈവമേ, അവിടുന്ന് എന്നെ ലജ്ജിപ്പിക്കരുതേ, ലജ്ജിപ്പിക്കാത്ത സാക്ഷിയാക്കി ദേശത്തിന്മേൽ നീ എന്നെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണ് തുടർന്നുള്ള നമ്മുടെ ചിന്താ വിഷയം. 25 സങ്കീർത്തനം അതിന് 3 വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, പക്ഷെ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിങ്ങൾ ദൈവത്തെയാണോ കാത്തിരിക്കുന്നത്? ദൈവപ്രവൃത്തിക്കാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇല്ല, ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. 49 അധ്യായം 23 വാക്യത്തിൽ യെശയ്യാവ് പറയുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം ദൈവത്തിനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കാത്തിരിക്കുന്ന ദൈവമക്കൾ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ, യൗവനക്കാരും ഇടറി വീഴുമ്പോൾ, യഹോവയെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ധൈര്യസമേതം പറയുവാൻ കഴിയും, ഇല്ല, അങ്ങയെ കാത്തിരിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകുവാൻ അവിടുന്ന് അനുവദിക്കുന്ന ദൈവമല്ല. രണ്ടാമത്തെ ചിന്ത 34 സങ്കീർത്തനം 5 വാക്യമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ധൈര്യത്തോടെ 2024 പറയുവാൻ കഴിയും, ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട്, അല്ല, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് അവിടെ നിന്നും ലജ്ജിപ്പിക്കാതെ ഞങ്ങളുടെ ദേശത്തിൽ, സഭയിൽ, കുടുംബത്തിൽ അവൻ നിലനിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. മോശയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്ന മോശയുടെ മുഖം അവൻ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അത് പ്രകാശിക്കുകയാണ്. സ്തെഫാനോസിന്റെ മുഖം മറ്റുള്ളവർ നോക്കിയപ്പോൾ ഒരു ദൈവദൂതനെ പോലെ പ്രകാശിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ നോക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ മുഖം ഈ 2024 ലജ്ജിപ്പിക്കാതെ പ്രകാശിതരാകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. 3 അധ്യായം 1 വാക്യം എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 12 അധ്യായം 2 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. 121 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്നാണ് വരുന്നത്. പർവ്വതത്തിലേക്ക് ദാവീദ് സഹായത്തിന് വേണ്ടി കണ്ണുകൾ ഉയർത്തിയതുപോലെ 123 സങ്കീർത്തനം 1 വാക്യത്തിൽ, യഹോവേ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, അവിടുത്തേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ അവിടുത്തേക്ക് നോക്കിയ ദൈവപൈതലിന്റെ അനുഭവ സാക്ഷ്യമാണ്. എൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. 1, കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. 2, കർത്താവിന്റെ മുഖത്തേക്ക് കണ്ണുകൾ പായിക്കുന്ന ദൈവ പൈതൽ അവൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. റോമലേഖനം 9 അധ്യായം 33 വാക്യം, 10 അധ്യായം 11 വാക്യം, ഈ 2 വാക്യത്തിലും അവൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തിലാണ് ശരണം പ്രാപിച്ചതെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഞാൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. ആമേൻ. അബ്രഹാമിനെ കുറിച്ച്, വിശ്വാസികളുടെ പിതാവിനെ കുറിച്ച് അങ്ങനെയല്ല എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിട്ടുപോരുവാൻ ഇടയുണ്ടായിട്ടും മടങ്ങിപ്പോകുവാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും മടങ്ങിപ്പോകാത്തത് കൊണ്ട് അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് വിശ്വസിക്കുന്നവനെ കുറിച്ച് ഞാൻ പറയുന്നു, ആമേൻ, വിശ്വാസികളെ കുറിച്ച് ഞാൻ പറയുന്നു, ആമേൻ, നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല. നിങ്ങളുടെ മുഖം പ്രകാശമാകുവാൻ ദൈവം സഹായിക്കും. 4 ചിന്ത സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം 19 വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിഷ്കളങ്കരായവരെ ദൈവം അറിയുന്നു, ക്ഷാമകാലത്തും അവർ തൃപ്തരായിരിക്കുന്നു, അവർ ലജ്ജിച്ച് പോകുകയില്ല. നിങ്ങൾ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കതയോടെ നിങ്ങൾ നടക്കുന്നവരാണെങ്കിൽ, ഹൃദയത്തിൽ ക്രുക്കഡ് മൈൻഡ് ഇല്ലാതെ, വളഞ്ഞ വഴി ചിന്തിക്കാതെ, ഹൃദയം ഫറവോനെ പോലെ കഠിനമാക്കാതെ, നാബാലിനെ പോലെ ഹൃദയം കല്ലിച്ചു പോകാതെ, ഒരു നിഷ്കളങ്ക ഹൃദയത്തിനുടമയാണെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും,
നിഷ്കളങ്കരായവരെ ദൈവം അറിയുന്നുണ്ട്. ക്ഷാമകാലത്തും അവർ തൃപ്തരായിരിക്കും, അവർ ലജ്ജിച്ചു പോകയില്ല. നിഷ്കളങ്കരായവർ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകയില്ല. ആമേൻ, സ്തോത്രം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്നാണ് വരുന്നത്? സ്തോത്രം. ആമേൻ, ദൈവത്തിൽ നിന്നാണ് സഹായം വരുന്നതെങ്കിൽ യെശയ്യാവ് 50:7 ചേർന്ന് നമുക്ക് പറയാം, ആമേൻ, ദൈവം എൻ്റെ സഹായമായതുകൊണ്ട്, കർത്താവിൻ്റെ സഹായമായതുകൊണ്ട്, കഴിഞ്ഞ നാളുകളിലെന്നല്ല ഈ നാളുകളിലും കർത്താവിൻ്റെ സഹായമായതുകൊണ്ട്, ആമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ലജ്ജിച്ചു പോകയില്ല. യോവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു ചിന്തയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, സ്തുതിക്കുന്ന ദൈവമക്കൾ, സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ, കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾ, അവർ ലജ്ജിച്ചു പോകയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹ വന്നപ്പോൾ എന്താണ് ചെയ്തത്? അവൻ 3 നേരം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന് എന്താണ് ചെയ്തത്? അവർ ദൈവത്തെ സ്തോത്രം ചെയ്ത് പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ 10 മക്കളും മരിച്ചപ്പോഴും അവൻ എന്താണ് ചെയ്തത്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമായതുകൊണ്ട് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ, തടിപ്പിച്ച കാളയേക്കാൾ അത് ദൈവത്തിന് പ്രസാദമാകയാൽ സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന വചനപ്രകാരം 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കളെ, ആമേൻ, കർത്താവ് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയതുപോലെ സ്തോത്രം ചെയ്യാമോ, സ്തുതിക്കാമോ, ദൈവത്തെ ആരാധിക്കാമോ, ദൈവത്തെ മഹത്വപ്പെടുത്താമോ? നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. 25-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. 22-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യനിലാണോ നീ ആശ്രയിക്കുന്നത്? പ്രഭുക്കന്മാരിലാണോ നീ ആശ്രയിക്കുന്നത്? രഥങ്ങളിലും കുതിരകളിലുമാണോ നീ ആശ്രയിക്കുന്നത്? നിന്റെ സമ്പത്തിലും നിന്റെ സൗന്ദര്യത്തിലും നിന്റെ കുടുംബശ്രേഷ്ഠതയിലുമാണോ നീ ആശ്രയിക്കുന്നത്? നീ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നീ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, ആമേൻ, ഞാൻ ഇന്ന് ഉറപ്പായിട്ടും പറയാം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 29-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടവർ ലജ്ജിച്ചു പോകയില്ല. വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, അവനെ കുറിച്ച് ദൈവം പറയുന്നത്, വീണ്ടെടുക്കപ്പെട്ടവർ ലജ്ജിച്ചു പോകുകയില്ല. ദൈവമക്കളെ, അതുകൊണ്ട് 1 പത്രോസ് ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിച്ചു പോകരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടുന്നത്. സ്തോത്രം. അവൻ കഷ്ടതകൾ ജീവിതത്തിലുണ്ട്, ഉപദ്രവങ്ങൾ ജീവിതത്തിലുണ്ട്, ലോകത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ ലജ്ജിച്ചു പോകരുത് കേട്ടോ. പൗലോസ് പറഞ്ഞതുപോലെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, നോട്ട് അഷൈംഡ് ടു ഗോസ്പൽ. ആമേൻ, ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവന് ദൈവശക്തിയാകുന്നുവല്ലോ. അതുകൊണ്ട് ആമേൻ, നമ്മുടെ ചിന്ത ഇതാണ്, ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ദൈവമേ, ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു, ലജ്ജിച്ചു പോകരുത് എന്നാണ് പ്രാർത്ഥനയെങ്കിൽ, ആമേൻ, 8 കാര്യങ്ങൾ നാം ഇങ്ങനെ ചിന്തിച്ചു. കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, ദൈവത്തിന്റെ മുഖത്ത് നോക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, നിഷ്കളങ്കരായവർ ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ, കർത്താവ് എന്നെ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുകയില്ല, സ്തുതിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഒടുവിലായി നാം ഇങ്ങനെ ചിന്തിച്ചു, വീണ്ടെടുക്കപ്പെട്ടവർ ലജ്ജിച്ചു പോകുകയില്ല. ഇന്നലകളിൽ നിന്നെ ലജ്ജിപ്പിക്കാത്ത സാക്ഷിയാക്കി നടത്തിയ ദൈവം, ആമേൻ, ഈ നാളുകളിൽ മാത്രമല്ല വരും കാലങ്ങളിലും നീ നാണിച്ചു പോകാതെ, നീ തോറ്റു പോകാതെ, നീ തല താഴ്ത്തി പോകാതെ, നിന്റെ മുഖം നാണം കൊണ്ട് ആമേൻ വിഷാദിച്ചു പോകാതെ, നീ അമ്പരന്ന് പോകാതെ, നിന്റെ മുഖം ആമേൻ ലജ്ജിച്ചു പോകാതെ, കർത്താവ് നിന്നെ ആമേൻ മുഖപ്രസാദം നൽകി ദേശത്ത് മാനിച്ച് ഉയർത്തി വിടുവിച്ച് നിർത്തും എന്നുള്ള വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആരും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കരുത്. കർത്താവ് എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരുടെയും പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ല ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പോൾ തന്നെ മറന്നു പോകാതെ ചെയ്യാൻ ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ ഞാൻ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നാളെ മറ്റൊരു മെസ്സേജുമായി വീണ്ടും കാണും വരെയും കർത്താവ് നമ്മെ സുഖഭദ്രമായ ചിറകടിയിൽ പരിപാലിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.